Hi friends, welcome back to my channel. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ളൊരു കേക്ക് വ്ളോഗുമായിട്ടാണ്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ടയർ കേക്കുകളും അതുപോലെ ഡെക്കറേഷൻസും എല്ലാം ഇതിലുണ്ട് കേട്ടോ. വെഡ്ഡിങ് കേക്കിനൊക്കെ വെറൈറ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഡീറ്റെയിൽ എല്ലാം നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ കേക്ക് വർക്കൊക്കെ വരുന്ന സമയത്ത് കുറേ വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ടെൻഷനായിരിക്കും. വീട്ടിലെ ജോലിയും അതുപോലെ ക്ലീനിങ്ങും പിന്നെ എന്താ പറയുക ഈ കേക്ക് ഉണ്ടാക്കലും എല്ലാം കൂടി ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കില്ല. എല്ലാം കൂടി എങ്ങനെ മാനേജ് ചെയ്യാമെന്നായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ സമയത്ത് ഞാനധികം ചെയ്യാറുള്ളത് രണ്ട് ദിവസത്തിനുള്ള, അതായത് എന്നാണോ കേക്ക് ഓർഡർ കൂടുതലായിട്ട് വരുന്ന വർക്ക് ഉള്ള ദിവസങ്ങളിൽ തലേ ദിവസം തന്നെ പിറ്റേ ദിവസത്തിനുള്ള ഫുഡും കൂടി ഉണ്ടാക്കി വെക്കും കേട്ടോ. ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ കറി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി വെക്കാറാണ്. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ളത് കറി ഉണ്ടാക്കലാണല്ലോ. അപ്പോൾ അത് തലേദിവസം തന്നെ ചെയ്യും. ഞാനിവിടെ മോരുകറിയും ചിക്കൻ ഫ്രൈ ആണ് ചെയ്തിട്ടുള്ളത്. മോരുകറി ആകുമ്പോൾ രണ്ട് ദിവസമൊക്കെ ഇരിക്കും കേട്ടോ. 3 ദിവസമൊക്കെ ആകുമ്പോൾ പിന്നെ നമുക്ക് മടുക്കും. അപ്പോൾ 2 ദിവസം ആ ഒരു കറി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അതാ അപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ അതാ കേക്കിൻ്റെ വർക്കും ഓരോന്നും നടക്കുന്നുണ്ട്. അപ്പോൾ ബേക്കിംഗ് ആണ്. പിന്നെ അന്നത്തെ ദിവസം കൊടുക്കാനുള്ള കേക്കിൻ്റെ വർക്കും ഉണ്ട് കേട്ടോ. അതിനിടയ്ക്ക് തന്നെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് അലക്കാനുള്ളത്. എല്ലാം ഇതിനിടയ്ക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് ചെയ്യണുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഒരു ഉച്ച ആവാൻ ടൈമിലാണ്. അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് 2 കേക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ അത് ക്രം കോട്ടിംഗ് ഒക്കെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രിപ്പ് കൂടി സ്പഞ്ച് ഓവനിൽ വെച്ചതിൻ്റെ ശേഷം വേണം അതിൻ്റെ വർക്കും പിന്നെ അതുപോലെ ക്ലീനിങ്ങും എല്ലാം ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞാൻ ടോട്ടൽ 3 കിലോ ബാറ്ററാണ് ഈ ഒരു സ്റ്റാൻഡ് മിക്സറിൽ ബീറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ മോന് മുട്ടായി കഴിച്ചിട്ട് അത് അവിടെ കൊടുന്ന് വെച്ചിട്ടില്ല കേട്ടോ. അവനക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്നോട് കഴിക്കാൻ പറഞ്ഞിട്ട് കൊടുന്ന് വെച്ചിട്ടില്ല. അപ്പോൾ സ്പഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പോപ്സ് ഉണ്ടാക്കാനൊക്കെ ഉള്ള തലേ ദിവസം ഉണ്ടാക്കിയ സ്പഞ്ച് ബാക്കിയുള്ളതാണ്. അത് പോപ്സിന് വേണ്ടിയിട്ട് പൊടിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ്. അപ്പോൾ അതിൽ കുത്തി വെച്ച് കൊടുത്തിട്ടാണ് ഇട്ടുള്ളത്. അവൻ വെച്ചിട്ട് പോയതാണ്. പിന്നെ ഒരു ട്രിപ്പ് ഈ 2 ഓവനിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ വലുതിലും ചെറുതിലും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബേക്കിംഗ് ഒന്നുകൂടി എളുപ്പമായിരിക്കും. പിന്നെ പകലൊക്കെ ആണെങ്കിൽ 2ലും കൂടി ആയിട്ട് വർക്ക് ചെയ്യും. രാത്രിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം തന്നെ യൂസ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഉച്ചക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കേക്കാണിത്. ഇതിന് സിമ്പിളായിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. അപ്പോൾ ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് വന്നിട്ടുള്ളത്. മുകളിലായിട്ട് ചോക്ലേറ്റിൻ്റെ ഡെക്കറേഷൻസ് തന്നെ. അപ്പോൾ നമ്മൾ പോപ്സും സിക്കിളൊക്കെ ചെയ്യുമ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മോൾഡ് ഉണ്ടല്ലോ ഈ ഒരു ഡെക്കറേഷൻ്റെ, അപ്പോൾ അതിലൊഴിച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് എടുത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഡെക്കറേഷൻസൊക്കെ വരുന്ന സമയത്ത് സിമ്പിളായിട്ടുള്ളതിനൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ 1 kg ചോക്ലേറ്റ് കേക്കും പിന്നെ 1 kgൻ്റെ വൈറ്റ് ഫോറസ്റ്റ് കേക്കാണിത്. അപ്പോൾ ഇതിൽ ഡെക്കറേഷൻ വന്നിട്ടുള്ളത് സ്ട്രോബെറി വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ കസ്റ്റമർ നമുക്ക് ഈ ഒരു മോഡൽ വിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ടുള്ളതാണ്. കുറച്ച് സ്ട്രോബെറി പീസാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് വൈറ്റ് ഫോറസ്റ്റ് ആണ് 1 kg. അപ്പോൾ ഈ 2 കേക്കും പാക്ക് ചെയ്തിട്ട് കൊടുത്തയക്കുകയാണ്. അപ്പോൾ 2 കേക്കും 7 ഇഞ്ചിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് കൊടുത്ത് വിട്ടതിൻ്റെ ശേഷം ക്ലീനിങ് ചെയ്യണേ. അപ്പോൾ ക്ലീനിങ്ങും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫ്രഷ് ആയിട്ട് ബാക്കി വർക്ക് പിന്നെ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് അന്നത്തെ ദിവസം നന്നായിട്ടൊന്ന് അടിച്ചു വാരിയിട്ട് ഇടണുള്ളൂ. അതിൻ്റെ പിറ്റേ ദിവസം നന്നായിട്ട് തുടച്ചിട്ടതാണ്. അതുകൊണ്ട് 2-3 ദിവസമൊക്കെ കൂടുമ്പോഴേ താഴെ തുടച്ചെടുക്കാറുള്ളൂ കേട്ടോ. അങ്ങനെ ഫ്രഷായി എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം റെസ്റ്റ് എടുക്കുകയാണ്. നമ്മൾ രാവിലെ നേരത്തെ തുടങ്ങിയതായിരുന്നു കേട്ടോ കേക്കിൻ്റെ സ്പഞ്ച് ഉണ്ടാക്കലും ബാക്കിയുള്ള വർക്കെല്ലാം. അപ്പോൾ ഒന്ന് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ബാക്കിയുള്ളത് ചെയ്യുള്ളൂ. അപ്പോൾ ഇപ്പോൾ സ്പഞ്ചെല്ലാം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫൈനൽ ക്രം കോട്ടിങ്ങും അതുപോലെ ഫോണ്ടൻറ്റ് വർക്കൊക്കെ ചെയ്യാനുള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ല ഫോണ്ടൻറ്റ് വർക്ക് ഉണ്ട്. അപ്പോൾ ഒരുപാട് ടൈം അതിൽ തന്നെ ഇരിക്കേണ്ടി വരും. പിന്നെ ക്രം കോട്ടിങ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഫോണ്ടൻറ്റ് വർക്ക് നമുക്ക് നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ സ്പഞ്ചെല്ലാം റെഡി ആയിട്ടുണ്ട്, എല്ലാം ചൂടാറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ക്രം കോട്ടിംഗ് ഒക്കെ ചെയ്തിട്ട് ഇനി ഫ്രിഡ്ജിൽ വെക്കുകയാണ്. പിന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കേക്കുകളുള്ള പോലെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇത് 3 ടയർ കേക്കും അതുപോലെ തന്നെ 2 ടയർ ഒക്കെ വരുമ്പോൾ 3 ടയർ ആകുമ്പോൾ ഞാൻ ടോട്ടലായിട്ട് ടിന്നുകൾ യൂസ് ചെയ്തിട്ടാണ് 3 ടയർ ചെയ്യുക. അതുപോലെ 2 ടയർ ആണെന്നുണ്ടെങ്കിൽ 4 പാത്രങ്ങളാണ് യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതെല്ലാം ഒരുപാട് കേക്കുകളുള്ള പോലെ തോന്നും. പക്ഷേ അത്ര ഒരുപാടൊന്നുമില്ല, എന്നാലും അത്യാവശ്യം നല്ല വർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഐസിങ് ചെയ്തിട്ട് ക്രം കോട്ടിംഗ് ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 5 kg കേക്ക് ഉണ്ട്. അതുപോലെ തന്നെ 4 kgയിൽ 2 ടയർ കേക്ക് ഉണ്ട്, സ്ക്വയർ കേക്ക്. പിന്നെ 3 ടയറിൻ്റെ കേക്ക് ഉണ്ട്. അത് 3 kgയിലാണ് വന്നിട്ടുള്ളത്, 3.5 kgയിലാണ്. പിന്നെ 2 ടയർ ഉണ്ട്, 3 2 ടയർ കേക്ക് ഉണ്ട് കേട്ടോ. 4 2 ടയർ കേക്ക് ഉണ്ട്. അപ്പോൾ എല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ക്രം കോട്ടിങ് ചെയ്തിട്ട്. ഇനി ഒരു കേക്കിനെ ഞാൻ ക്രം കോട്ടിങ് ചെയ്യാനുള്ളത് ബാക്കിയാണ്. അത് പിറ്റേ ദിവസം ചെയ്യുള്ളൂ, രാത്രി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്.
അപ്പോൾ ഇതെല്ലാം ക്രം കോട്ടിങ് ചെയ്ത് ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം റിലാക്സ് ആയിട്ടാണ് ഇപ്പോൾ ഫോണ്ടൻറ്റ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഫോണ്ടൻറ്റ് വർക്ക് എപ്പോഴും നല്ലോണം റിലാക്സ് ആയിട്ട് വേണം ചെയ്യാൻ. ഹറിബറി ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫിനിഷിങ് ഒരിക്കലും കിട്ടൂല കേട്ടോ. അപ്പോൾ എപ്പോഴും ആ കാര്യം ശ്രദ്ധിക്കുക. എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് കുറച്ച് ടൈം നമ്മൾ ചിലപ്പോൾ ഉറക്കമൊഴിക്കേണ്ടി വരും. വർക്ക് കൂടുതൽ ഉള്ള സമയങ്ങൾ ചിലപ്പോൾ ഉറക്കമൊക്കെ ഒഴിച്ചിട്ട് ചെയ്യേണ്ടി വരും. എന്നാലും വേണ്ടിയില്ല, നമ്മൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ 3:30 ആയിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് ഞാൻ കിടക്കണത് കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ വർക്ക് ഉണ്ടാകുമ്പോൾ ഒന്ന് ഉറക്കമൊഴിക്കുക, പിറ്റേ ദിവസം അത് മാനേജ് ചെയ്താൽ മതി. ടൈം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഇതാ രാവിലെ തലേ ദിവസം ചെയ്ത് വെച്ചിട്ടുള്ള സിക്കിളും പോപ്സും ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ചോക്ലേറ്റ് ഡിപ്പ് ചെയ്യാണ്. പിന്നെ ഡോണറ്റ് എല്ലാം തലേ ദിവസം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. രാത്രിയിലായിരുന്നു അതെല്ലാം ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ് ഇപ്പോൾ സിക്കിളും പോപ്സും ചെയ്യണത്. അതിൻ്റെ കൂടെ തന്നെ മിക്സ്ഡ് കളറിലാണ് കേട്ടോ, ലൈറ്റ് പിങ്ക് അല്ല. പിന്നെ അതാ ഈ വിൻഡോൻ്റെ ഭാഗത്ത് തന്നെ നന്നായിട്ട് ലൈറ്റ് വരും കേട്ടോ. പുറത്തുനിന്നുള്ള ആ ഒരു വെയിൽ വരും. അപ്പോൾ ഞാൻ ഇവിടെ വെച്ചിട്ട് തന്നെയാണിത് എന്താ പറയുക ഡ്രൈ ആക്കി എടുക്കാറുള്ളത് ഫോണ്ടൻറ്റ് വർക്ക് കേട്ടോ. നമ്മൾ പുറത്ത് കൊണ്ടുപോയി വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാം. ഓവറായിട്ട് ഡ്രൈ ആയാൽ അതിൻ്റെ കളറ് ഫെയ്ഡാവും. അപ്പോൾ ഓവറായിട്ട് ഡ്രൈ ആവാതെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും അവിടെ തന്നെ വെക്കുകയാണെങ്കിൽ. പിന്നെ പോപ്സും സിക്കിളും എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ 5 kg കേക്കാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. ഇതിൽ ഫൈനൽ കോട്ടിങ് ചെയ്തതിൻ്റെ ശേഷം ഫോട്ടോ പ്രിൻറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കസ്റ്റമറിന് കൊടുക്കുന്നതിൻ്റെ കുറച്ച് മുന്നായിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്യണത് കേട്ടോ. പിന്നെ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ചുറ്റിലും ഒരു ഡിസൈൻ കൊടുക്കുകയാണ്. സിമ്പിൾ ഡിസൈനാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 5 kg കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള സ്റ്റാർ നോസിൽ വെച്ചിട്ടും ഇടയ്ക്കായിട്ട് ഗ്രീൻ കളർ വെച്ചിട്ട് ഒരു ലീഫും കൂടി കൊടുത്തിട്ടുണ്ട്. ലീഫ് നോസിൽ വെച്ചിട്ടാണ് ലീഫ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഫോട്ടോ പ്രിൻറ്റും വെച്ചിട്ടുണ്ട്. നെയിം പൈപ്പിംഗ് ബാഗിൽ വിപ്പിംഗ് ക്രീം ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതാ 5 kg ബോക്സ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. കുറേ പേര് ചോദിക്കാറുണ്ട് ഇത് എന്തിലാണ് കൊടുത്ത് വിടുക എന്നുള്ളത്. 5 kg 6 kg ഒക്കെ ബോക്സ് നമുക്ക് ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും. ബേസ് വാങ്ങിക്കുന്നതിൻ്റെ കൂടെ തന്നെ ബോക്സ് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ തരും കേട്ടോ. ഇവിടെ എല്ലാം അവൈലബിൾ ആണ്. നിങ്ങളുടെ നാട്ടിൽ ഓരോ ഭാഗത്തിന് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. പിന്നെ ഇതാ 2 ടയർ കേക്ക് വന്നിട്ടുള്ളത് ചോക്കോ കോഫിയാണ് ഫ്ലേവർ വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിൽ ഒരു എന്താ പറയുക റെയിൻബോ തീമാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള കേക്കിനെ ഞാൻ അവിടെ പോയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. പിന്നെ ഈ ഒരു 2 ടയർ വെഡ്ഡിങ് കേക്ക് വന്നിട്ടുള്ളത് ഉച്ചയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഉച്ചയ്ക്ക് കൊടുക്കുന്ന കേക്കിൻ്റെ മുന്നായിട്ട് തന്നെ 2 ടയർ കേക്കും അതുപോലെ 3 ടയർ കേക്കും അവിടെ പോയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. 3 ടയർ കുറച്ച് ഹൈറ്റുള്ള കേക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ പോയിട്ട് ഫുൾ ഫോണ്ടൻറ്റ് വർക്കും എല്ലാം വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം ഉള്ളിൽ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. വീട്ടിനകത്ത് വെച്ചിട്ട് സെറ്റ് ചെയ്ത് കുറച്ചൊരു വെയിലുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഈ ഒരു ഇവൻറ്റിൻ്റെ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ അവിടെ അകത്ത് പോയിട്ട് ഒക്കെ ഫിനിഷിങ്ങും എല്ലാം കഴിഞ്ഞു ടൈം ആയപ്പോഴാണ് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. വെയിലുണ്ടാകുമ്പോൾ നമുക്ക് കേക്ക് അങ്ങനെ പുറത്ത് ഓപ്പണായിട്ട് വെക്കുമ്പോൾ എന്തായാലും മെൽട്ടാകും. പിന്നെ 3 ടയറൊക്കെ ആകുമ്പോൾ അത് ക്രീം മെൽട്ടായിട്ട് വീഴാൻ ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ വെയിറ്റ് ടോട്ടൽ വന്നിട്ടുള്ളത് 3.5 ആണ്. പിന്നെ ഇതിൻ്റെ ഫോണ്ടൻറ്റ് വർക്കും അത്യാവശ്യം വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ പോപ്സും സിക്കിളും ഡോണറ്റും എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മാച്ചായിട്ട് തന്നെ സ്ക്വയർ കേക്കും വന്നിട്ടുള്ളത്. സ്ക്വയർ കേക്കിൻ്റെ ടോപ്പിലായിട്ട് ഫോട്ടോ പ്രിൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ക്വയർ കേക്ക് താഴെ കൊടുത്തിട്ടുള്ള കേക്ക് ഒന്നുകൂടി ഹൈറ്റ് കുറഞ്ഞിട്ട് മുകളിലേക്ക് ആ ഒരു ഹൈറ്റ് വരികയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ അത് സെറ്റ് ചെയ്തിട്ട് ഞങ്ങളിപ്പോൾ തിരിച്ചു പോരുകയാണ്. ടൈം ഒരുപാട് വിലപ്പെട്ടത് എന്ന് പറയാം. കാരണം ആ ഒരു വെഡ്ഡിങ്ങിൻ്റെ ടീം വിളിച്ചിട്ടുണ്ടായിരുന്നു കേക്ക് സെറ്റ് ആയിക്കണമെന്ന് ചോദിച്ചിട്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോന്നു. എന്നിട്ട് ആ വെഡ്ഡിങ് കേക്കും കൂടി ഡെലിവറി ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് പിന്നെ ഹസ്ബൻഡ് മാത്രമേ കൊണ്ടുപോയി കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു 2 ടയർ കേക്ക് വന്നിട്ടുള്ളത് താഴെ ഭാഗം 8 ഇഞ്ചിലും മുകളിലായിട്ട് 5 ഇഞ്ചുമാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ലൈറ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ലാവൻഡർ കളറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലിലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ 3.5 കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരു വെഡ്ഡിങ് കേക്കാണിത്. ഇത് 1.5 കിലോ ആണ് വെയിറ്റ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് താഴെ ഭാഗത്തായിട്ട് 7 ഇഞ്ചും മുകളിലായിട്ട് 4 ഇഞ്ചുമാണ് വന്നിട്ടുള്ളത്. അത് സെറ്റ് ചെയ്ത് കൊടുത്തു വിട്ടതിൻ്റെ ശേഷം പിന്നെ നമുക്കിതൊരു 6 മണിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള 2 ടയർ കേക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ 2 കേക്കുകൾ ഡെക്കറേഷനൊന്നും കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് തിരക്കായിരുന്നു കേട്ടോ. എല്ലാ കേക്കും കൂടി ഡെക്കറേഷനും എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കലും കൂടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ടൈം ഒരുപാട് പോകും കേട്ടോ. അപ്പോൾ പിന്നെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നമുക്ക് ചീത്ത കേൾക്കേണ്ടി വരും ലേറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാനത്. അപ്പോൾ പിന്നെ ഈ ഒരു കേക്കിൽ വന്നിട്ടുള്ളത് ടോട്ടൽ വെയിറ്റ് വന്നിട്ടുള്ളത് 2 kg ആണ്.
പിന്നെ താഴെ ഭാഗത്തായിട്ട് 8 ഇഞ്ചും 7 ഇഞ്ചും മുകളിലായിട്ട് 4 ഇഞ്ചാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു കേക്ക് കുറച്ചൊരു ഹൈറ്റുള്ള കേക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ ഫോണ്ടൻറ്റ് വർക്ക് വന്നിട്ടുള്ളത് കാറിലാണ്. കാർ തീം ഈ ഫോണ്ടൻറ്റിൻ്റെ ഡെക്കറേഷൻ എല്ലാം തലേ ദിവസം ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും ഓരോ കണ്ടെയ്നറിലാക്കിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ടോപ്പിലായിട്ട് ഇതാ ഒരു 1 എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പർ കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കേക്കാണിത്. ഇത് അന്ന് രാവിലെ വന്നിട്ടുള്ള വർക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ടുള്ളത് 2 kg കേക്കാണ്. ഇതിന് ഫ്ലേവർ വന്നിട്ടുള്ള വൈറ്റ് ഫോറസ്റ്റ് ആണ്. പിന്നെ ഡെക്കറേഷന് ഒന്നുകൂടി ഈസി ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്ട്രോബെറി വെച്ചിട്ടുള്ള ഡെക്കറേഷനാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് പെട്ടെന്ന് അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില സമയങ്ങളിൽ ഡെക്കറേഷൻസ് ഒന്നും മൈൻഡിൽ വരണമെന്നില്ല. അപ്പോൾ അത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷൻ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സിമ്പിളാണ്, കുറച്ച് സ്ട്രോബെറി വെച്ച് കൊടുത്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ ഫോണ്ടൻറ്റും വെച്ചിട്ടുണ്ട്, മുകളിലായിട്ട് നെയിമും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് 2 ടയർ വേണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അതാ ഈ ഒരു 2 ടയർ കേക്കിൻ്റെ കൂടെ തന്നെ സെറ്റായിട്ട് വന്നിട്ടുള്ളത് പോപ്സും അതുപോലെ കപ്പ് കേക്കും മാത്രമാണ്. അപ്പോൾ അതും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ പോപ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു പോപ്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് പാക്ക് ചെയ്തിട്ട് കൊടുത്തു വിട്ടു. അതിനുശേഷം നമുക്ക് രാത്രി കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ക്രം കോട്ടിങ്ങും എല്ലാം ചെയ്തത് രാവിലെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇതൊരു വെഡ്ഡിങ് കേക്കാണ്. അപ്പോൾ താഴെ ഭാഗത്തായിട്ട് പിങ്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട്. പിങ്കിന് റൂബി പിങ്ക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ മുകളിൽ വൈറ്റും. അപ്പോൾ ഇതും 8 ഇഞ്ചിലും 5 ഇഞ്ചിലുമാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ സൈഡിലൊക്കെ ആയിട്ട് ഫ്ലവേഴ്സ് കൊടുത്തിട്ടുള്ള റെഡ് ഫ്ലവറും ഒരു ഹാർട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ. സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് അന്നത്തെ ദിവസം എനിക്ക് വന്നിട്ടുണ്ടായിരുന്ന വർക്കുകൾ. അപ്പോൾ എല്ലാ കേക്കിൻ്റെയും വീഡിയോ ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് തിരക്കാകുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഹെൽപ്പിനായിട്ട് വീഡിയോ എടുക്കാനായിട്ട് ഒരാളൊക്കെ നമ്മളെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരങ്ങനെ എടുത്തോളും. പക്ഷെ അതിന് അങ്ങനെ ഒരു ഹെൽപ്പായിട്ട് നമുക്ക് ആരുമില്ല കേട്ടോ. പിന്നെ മോന് ആണുള്ളത്. അപ്പോൾ അവന് ചെയ്യാനുള്ള ആ ഒരു ഇതായിട്ടില്ല. അവന് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ക്യാമറ ഇങ്ങനെ ഫോൺ ഇങ്ങനെ ഇളകി കളിക്കൂട്ടോ. അവനക്ക് അത്ര ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ്. ഇൻഷാല്ലാ ഒക്കെ റെഡി ആയിക്കോളും. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചോദിക്കുക കേട്ടോ. അടുത്ത വീഡിയോയിൽ പുതിയ ഡെക്കറേഷനും വിശേഷങ്ങളും എല്ലാമായിട്ട് നമുക്ക് കാണാം. താങ്ക്